പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിനെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്ന് അവൻ ലാസറിനെ ഉയർപ്പിച്ചുവെന്നതാണ്. മരണത്തിന്മേലുള്ള അവൻ്റെ അധികാരം ശത്രുക്കളെ കൂടുതൽ പ്രകോപിതരാക്കുന്നു. അവരുടെ സ്വസ്ഥ സുഖ ജീവിതത്തിന് അവൻ്റെ ഇടപെടലുകൾ ഒരു വെല്ലുവിളിയായി മാറുമെന്ന ഭീതി ഉണ്ടാകുന്നു. അന്നു മുതൽ അവനെ വധിക്കുവാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. സത്യത്തിൽ ലാസറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലൂടെ ക്രിസ്തു ഒരു ചുവടുകൂടി മരണത്തിലേക്ക് അടുക്കുകയാണ് ഉണ്ടായത്. സ്നേഹിതനായ ലാസറിനെ മാത്രമല്ല, മരിച്ചുപോയ മറ്റു പലരെയും അവൻ ഉയർപ്പിക്കുന്നുണ്ട്. ജൈറോസിൻ്റെ മകളെ മരിച്ച ഉടനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. നായിനിലെ വിധവയുടെ മകനെ ശവമഞ്ചത്തിൽ തൊട്ട് ജീവൻ പകരുന്നു. അതിനേക്കാളേറെ ശ്രേഷ്ഠമ ലാസറിൻ്റെ ഉയർപ്പ്. ആദ്യത്തെ മരിച്ചു ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് അവളുടെ കിടക്കയിൽ നിന്ന് തന്നെ അവളെ വിളിച്ചുണർത്തുന്നത്. രണ്ടാമത്തേത് മരിച്ചടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ശവമഞ്ചത്തിൽ തൊട്ടാ ജീവൻ പകരുന്നത്. ചിലപ്പോൾ ഒരു ദിവസമായിട്ടുണ്ടാകും. എന്നാൽ ലാസറിൻ്റെ കാര്യത്തിലാകട്ടെ അവൻ മരിച്ചു അടക്കം ചെയ്തു 4-ാം നാളാണ് ഉയർപ്പിച്ചത്, അതും കല്ലറ തുറന്ന്. ഓരോ ഉയർപ്പത്ഭുതവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. എല്ലാം കാണിക്കുന്നത് അവനെ മരണത്തിന്മേലുള്ള ആധിപത്യമാണ്. എന്നാൽ മരണത്തെ നിദ്രയെന്ന് പറഞ്ഞ് വിളിച്ചുണർത്താൻ കരുത്തുള്ളവൻ എന്തിനാണ് ഏറ്റവും നിന്ദനീയമായൊരു മരണത്തിന് സ്വയം കീഴടങ്ങിയത് എന്ന ചോദ്യം നെഞ്ചിനെ പൊള്ളിക്കുന്നു. പാപത്തിൻ്റെ കല്ലറയിൽ കഴിയുന്ന ആത്മീയ മരണം പ്രാപിച്ച മാനവകുലത്തിന് മുഴുവൻ ജീവൻ പകരുവാൻ അതുമാത്രമാണ് അതിനുള്ള ഉത്തരം. ലാസറിന്റെ സ്നേഹം കൊണ്ടാണ് യേശു അവന് പുനർജീവൻ നൽകിയത്. എന്നാൽ ശത്രുക്കളാൽ വിധിക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുത്ത ത്യാഗത്തിനെ ഏത് സ്നേഹത്തിൻ്റെ അളവുകോൽ കൊണ്ട് തിട്ടപ്പെടുത്താനാകും? ജീവൻ നൽകുന്നതിനേക്കാൾ ജീവൻ ത്യജിക്കാൻ തയ്യാറാവുന്നതാ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹം. ലാസറിന് ജീവൻ നൽകി എന്നതിനേക്കാൾ നമുക്ക് വേണ്ടി അവൻ കാൽവരി മരിക്കാൻ തയ്യാറായി എന്നതാ ഏറ്റവും മഹത്തായ അത്ഭുതം. എൻ്റെ ആത്മീയ പുനരുദ്ധാനത്തിന് വേണ്ടി ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ തൂക്കപ്പെട്ടുവെന്ന സത്യം എനിക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ അവന് വേണ്ടി മരിക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ആമേൻ.